ഈ ലോകകപ്പിലെ മറ്റൊരു കൗതുകമാണ് ഒരേ ടീമിലും വ്യത്യസ്ത ടീമുകളിലുമായി കളത്തിലിറങ്ങുന്ന സഹോദരങ്ങൾ. ഇത്തരത്തിലുള്ള 7 ജോഡി സഹോദരന്മാർ ഇത്തവണ ലോകകപ്പിലുണ്ട്. സ്പാനിഷ് ലീഗിൽ അത്ലറ്റിക് ക്ലബിനായി കളത്തിലിറങ്ങിയവരാണ് ഇനാക്കി വില്യംസും നിക്കോ വില്യംസും. എന്നാൽ അന്താരാഷ്ട്ര കരിയറിൽ രണ്ടുപേരും തിരഞ്ഞെടുത്തത് വ്യത്യസ്ത വഴികൾ. നിക്കോ വില്യംസ് സ്പെയിനായി കളത്തിലിറങ്ങിയപ്പോൾ മാതാപിതാക്കളുടെ ജന്മനാടായ ഖാനയ്ക്കായി ബൂട്ടുകെട്ടാനായിരുന്നു സഹോദരൻ ഇനാക്കിയുടെ തീരുമാനം. സ്പെയിനിന്റെ 2024 യൂറോ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച നിക്കോ സ്പെയിൻ ടീമിലെ നിർണായക ഘടകമാണ്. മുന്നേറ്റ നിര താരമായ ഇനാക്കി 25 മത്സരങ്ങളിൽ ഖാനയ്ക്കായി കളത്തിലിറങ്ങി. ഡിസയർ ഡവും ഗ്വേല ഡവുമാണ് വ്യത്യസ്ത ടീമുകളിലായി ഇറങ്ങുന്ന അടുത്ത ജോഡി. ഡിസയർ ഫ്രാൻസിനായും ഗ്വേല ഐവറി കോസ്റ്റിനായും കളത്തിലിറങ്ങും. സനാഹ മത്സരത്തിൽ ഗ്വേല നേടിയ ഗോളിൽ ഐവറി കോസ്റ്റ് ഫ്രാൻസിനെ തോൽപ്പിച്ചിരുന്നു. നെതർലൻഡ്സിനും ഖാനയ്ക്കുമായി കളത്തിലിറങ്ങുന്ന സഹോദരന്മാരാണ് അടുത്തത്. ബ്രയാൻ ബോബിക് നെതർലൻഡ്സിനായും സഹോദരൻ ഡെറിക് ലുക്കാസൻ ഖാനയ്ക്കായും കളത്തിലിറങ്ങും. ബ്രയാൻ സ്ട്രൈക്കറായും ഡെറിക് സെന്റർ ബാക്കുമായാണ് കളിക്കുന്നത്. കോട്ടൺ സഹോദരങ്ങളായ ജോൺ സൗട്ടറും ഹാരി സൗട്ടറുമാണ് ലിസ്റ്റിലെ മറ്റൊരു സാന്നിധ്യം. ഇരുവരും ഡിഫൻഡർമാരാണ്. ജോൺ സ്കോട്ട്ലൻഡിനായും ഹാരി ഓസ്ട്രേലിയക്കായും ലോകകപ്പിനിറങ്ങും. ഒരേ ടീമിൽ കളിക്കുന്ന 4 ജോഡി സഹോദരങ്ങൾ ഇത്തവണ ലോകകപ്പിനുണ്ട്. ഫ്രാൻസിനായി കളിക്കുന്ന ലൂക്കാസ് ഹെർണാണ്ടസും തിയോ ഹെർണാണ്ടസുമാണ് പട്ടികയിലെ പ്രമുഖർ. 2018 ലോകകപ്പ് നേടിയ ഫ്രഞ്ച് ടീമിൽ അംഗമായിരുന്നു ലൂക്കാസ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന 2 പേരിൽ ആര് ആദ്യ 11-ൽ എത്തുമെന്നതിലാണ് കൗതുകം. ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത എൻട്രിയായ കേപ്പ് വെർദെ ടീമിലുമുണ്ട് 2 സഹോദരങ്ങൾ. ലാരോസ് ഡുവാട്ടെ, ഡിറോയ് ഡുവാട്ടെ സഹോദരങ്ങൾ മിഡ്ഫീൽഡർമാരാണ്. കുറസാവോ ടീമിനായി ലിയാൻഡ്രോ ബക്കൂനെയും ജൂനിഞ്ഞോ ബക്കൂനെയും കളത്തിലിറങ്ങും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.